നമസ്കാരം. അക്കൗണ്ടൻസി ആണ് കേട്ടോ. ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. ഒരു സ്ഥാപനത്തിൽ നിന്നും കടമായി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് ഡെപ്റ്റർ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അനിൽ എന്ന് പറയുന്നയാൾ ഒരു സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ കടമായി വാങ്ങിച്ചു, ഒരു മാസത്തിന് ശേഷം പണം തരാമെന്നുള്ള രൂപത്തിലാണ് എങ്കിൽ ആ അനിലിനെ നമുക്ക് ഡെപ്റ്റർ എന്ന് വിളിക്കാം. അയാൾ നമ്മുടെ കറണ്ട് അസറ്റാണ്, ബാലൻസ് ഷീറ്റ് കാണിക്കാം. ഇതേ അനിൽ 3 മാസത്തിന് ശേഷം പണം നൽകിക്കൊള്ളാം എന്നുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രോമിസ് എഴുതി നൽകുകയാണ് എങ്കിൽ അതാണ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്ററിനേക്കാളും കുറച്ചും കൂടി സർട്ടനിറ്റി ഓഫ് കളക്ഷൻ, നമുക്ക് കളക്ട് ചെയ്യാൻ ഉറപ്പുള്ള കാര്യമാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുക. കാര്യം മനസ്സിലായല്ലോ. ബിൽസ് റിസീവബിളും ഡെപ്റ്ററും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം കേട്ടോ. ഹാപ്പി ഡേ.